സമരം നമ്മൾ ചെയ്യും, നിയമവിരുദ്ധമായിട്ടല്ല നിയമവിധേയമായി. സമരം ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. നിങ്ങളിപ്പോൾ സമരം ചെയ്താൽ നിങ്ങൾക്ക് വേണേൽ കള്ളക്കേസൊക്കെ അവരെടുക്കും. കള്ളക്കേസ് എടുക്കുന്ന വേറെ കാര്യം. പക്ഷേ നമ്മൾ നിയമപരമായിട്ടാണ് സമരം ചെയ്യുന്നത് എന്നതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് പോകേണ്ടതില്ല. നമ്മൾ സീരിയസ് ആയി പറയുന്നത് ഞാനിപ്പോൾ സിയാദിൻ്റെ വീട്ടിൽ പോയിട്ട് വരികയാണ്. സിയാദിൻ്റെ ഉമ്മയായിട്ടും വാപ്പയായിട്ടും കണ്ടിരുന്നു. അപ്പോൾ ജൂൺ 16 രാത്രി 12 മണിക്കാണ് സിയാദിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പാർവതി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ പരാതിയിന്മേലാണ്. അവൾ ഇപ്പം ഈ വീട്ടിൽ നിന്ന് അറിഞ്ഞത്, സിയാദിൻ്റെ ഭാര്യയിൽ നിന്ന് അറിഞ്ഞത്, ഈ പെൺകുട്ടി ഇവിടെ ഏതോ ഒരു പോലീസുകാരനുമായിട്ട് നല്ല ബന്ധമുണ്ട്. അവൾ വിളിച്ച പോലീസിനോട് പറയപ്പം ഞാൻ പോലീസുകാരുടെ ഒന്നും പേരിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടുത്തെ CIയും ബന്ധപ്പെട്ട പോലീസ് ഓഫീസർമാരും അത് കണ്ടെത്തി ഉചിതമായി നടപടി സ്വീകരിക്കണം. അപ്പോൾ പോലീസുകാർ 4 പേരാണ് വാഹനത്തിൽ അവിടെ ചെന്നത്. അർദ്ധരാത്രിയിൽ വീട്ടിൽ നിന്ന് സിയാദിനെ തട്ടി ഉണർത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോരുകയായിരുന്നു. അവന് ഫിറ്റ് വരുന്ന പയ്യനാണ് നേരത്തെ. അതുകൊണ്ട് ഈ പ്രശ്നം ഇവർ അന്വേഷിച്ച് നടന്നു. ഈ കുട്ടിയെ ഇവൻ്റെ ബ്രദറിനെ കാണാതെ പോയി, അത് ഇവൻ ആണ് തട്ടിക്കൊണ്ടുപോയെന്നാണ് പാർവതിയുടെ പരാതി. വാസ്തവം അതല്ല. ഈ കുഞ്ഞ് ഞാനിപ്പോൾ വീട്ടിൽ ചെന്നപ്പം സിയാദിൻ്റെ ബാപ്പ പറഞ്ഞത്, ഇവനെ ഇടയ്ക്കിടയ്ക്ക് അവിടെയും കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഇവനോട്ട് അടുത്തൊരു കുട്ടിയാണ്. ആ കുടുംബം ഇവരുടെ അടുത്ത ബന്ധമാണ്. സിയാദും വിഷ്ണുവും അടുത്ത സുഹൃത്തുക്കളാണ്. വിഷ്ണുവിൻ്റെ മക്കളാണ് ഈ പറഞ്ഞ കാണാതെ പോയതും പരാതി കൊടുത്ത മോളും. അപ്പോൾ ഈ പരാതിയിന്മേൽ പോലീസ് അറസ്റ്റ് ചെയ്ത് വരുന്ന വഴി തന്നെ തല്ലി. ഇവിടെ വന്നിട്ട് തല്ലിയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വരുന്ന വഴി നല്ലപോലെ തല്ലിയിട്ടുണ്ട്. എന്നിട്ട് ഇവനെ പിറ്റേന്ന് രാവിലെ കാണാതെ പോയ പയ്യൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നതിൻ്റെ ഭാഗമായി പോലീസിന് വിടേണ്ടി വന്നു. അപ്പോൾ വിടേണ്ടി വന്നപ്പം ഇവിടെയുള്ള പോലീസ് ഫ്രൂട്ടിയൊക്കെ വാങ്ങിക്കൊടുത്താൽ വിട്ടേന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊരബദ്ധം പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഈ പയ്യൻ അവൻ ഇത്രയും തല്ലുകൊണ്ട് ഭാര്യയെല്ല് പൊട്ടി. എന്നിട്ട് അവൻ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യെങ്കിലും അവൻ വീട്ടിൽ പോയി കിടന്നു. ഒടുവിൽ ഭാര്യ പറഞ്ഞിട്ട് വാപ്പ ആശുപത്രി കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് വാപ്പയാണ് അവനെ ഇവിടെ കുണ്ട്ര താലൂക്ക് ആശുപത്രിയിൽ പോകുന്നു. അവിടെ ചെന്നപ്പം അത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഒരു ജില്ലാ ഓഫീസിലേക്ക് വിടുന്നു. ജില്ലാ ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചപ്പോഴാണ്, അവർ എക്സ്റേ എടുത്തപ്പോഴാണ് വാരിയെല്ലിന് പൊട്ടലുണ്ട് എന്ന് കണ്ടെത്തിയത്. ഫ്ലൂയിഡൊക്കെ കെട്ടിയിരിക്കുന്നത് കൊണ്ട് ഇവിടം കൊണ്ട് അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അവർ 108 ആംബുലൻസിൽ, ഡോക്ടറാണ് ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജിലേക്ക് വിടുന്നത്. മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവനെ സംസാരിക്കാൻ തന്നെ പറ്റാതായി. അവസാനം അവർ ഐസിയുലാക്കിയാണ് ഇപ്പം മരിക്കുന്നത്. അപ്പോൾ 1 മാസം മുമ്പുള്ള സംഭവം. തല്ലുകൊണ്ട് വാരിയെല്ല് പൊട്ടി അവന് ഉള്ളെല്ലാം പഴുത്ത് ആണ് ഇത്രയും ഗൗരവതരമായ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലീസ്, പ്രത്യേകിച്ച് കുണ്ട്ര പോലീസ്, ഇലക്ഷന് തൊട്ടുമുമ്പാണ് ഒരു ഉത്സവ സ്ഥലത്ത് പോയി ഉത്സവത്തിന് പെൺകുട്ടികളെ അടക്കം തല്ലിയത്. ഇവിടെ വരുന്ന CIക്കൊന്നും എന്ത് നിയന്ത്രണം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ കുറേ പോലീസുകാരുണ്ട്, അവർക്ക് തോന്നുന്ന കണക്കാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഞാൻ തന്നെ നേരത്തെ പലപ്പോഴും ഇവിടെ പരാതിപ്പെട്ടിട്ടുള്ളതാണ്. പോലീസിനെ, ഇവിടെ സ്ഥിരമായിരിക്കുന്ന പോലീസിനെ മാറ്റണം. ഇവരിങ്ങനെ ഒട്ടേറെ വേണ്ടാതിനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായി, നമുക്ക് പോലീസുകാരോട് വ്യക്തിപരമായ വിദ്വേഷമൊന്നുമില്ല. അവരവരുടെ ജോലി ചെയ്യണം. നാട്ടിലെ പൗരന്മാർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഏതെങ്കിലും ഒരു പരാതി കിട്ടിയാൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാം. വരുന്ന വഴിയെ തല്ലുക, മാരകമായി തല്ലുക, വാരിയെല്ല് പൊട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയതല്ലല്ലോ നടത്തിയിരിക്കുന്നത്. വാരിയെല്ല് പൊട്ടുന്നത് വരെ അടിക്കുക, അത് മരണത്തിലേക്ക് അവസാനം കലാശിക്കുക. ഇത് അതീവ ഗൗരവതരമാണ്. എനിക്ക് ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയോട് പറയാനുള്ളത്, ഇതേക്കുറിച്ച് അന്വേഷിക്കണം. ബന്ധപ്പെട്ട പോലീസുകാരുടെ പേരിൽ ഉചിതമായ നടപടിയെടുക്കണം. പോലീസ് കസ്റ്റഡിയിൽ തല്ലേറ്റ് മരിച്ച സിയാദിൻ്റെ വീടിന് നഷ്ടപരിഹാരം നൽകണം. അതില്ല എങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ പോകും എന്ന് മുന്നറിയിപ്പാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് നൽകാനുള്ളത്. അദ്ദേഹം അതിശക്തമായി ഇടപെടണമെന്നാണ് പറയാനുള്ളത്. അത് ഞങ്ങൾ നടപടി അടിയന്തരമായി സ്വീകരിച്ചില്ലെങ്കിൽ പോരാട്ടം ഇതുപോലെയൊന്നും ആയിരിക്കില്ല. അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് പറയാനുള്ളത്.